നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ രണ്ടുതരം കറന്റ് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ആൾട്ടർനേറ്റിംഗ് കറന്റ്, ഡയറക്റ്റ് കറന്റ് എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അതിന്റെ വ്യാപ്തിയും ധ്രുവതയും മാറ്റുന്ന ഒരു തരം വൈദ്യുത പ്രവാഹമാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്. ലോഡ് റെസിസ്റ്റർ R ഒരു ആൾട്ടർനേറ്റിംഗ് കറന്റ് സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ കറന്റ് അതിലൂടെ ഒഴുകാൻ തുടങ്ങും. ആദ്യം കറന്റ് ഒരു ദിശയിലേക്ക് ഒഴുകുന്നു, പിന്നീട് അത് വിപരീത ദിശയിലേക്ക് ഒഴുകുന്നു. അത് ഇടയ്ക്കിടെ സംഭവിക്കുന്നു. നിലവിലെ ഉറവിടത്തിന്റെ ധ്രുവത എല്ലായ്പ്പോഴും കൃത്യമായ ഇടവേളകളിൽ മാറുന്നു എന്നാണ് ഇതിനർത്ഥം. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ മെയിൻ ലൈൻ വോൾട്ടേജ് വിതരണം ഏകദേശം 230 വോൾട്ട് ആണ്. ഇതിന് 50 Hz ആവൃത്തിയുണ്ട്, അതായത് കറന്റ് സെക്കൻഡിൽ 50 തവണ ദിശ മാറുന്നു. ഡയറക്റ്റ് കറന്റ് DC എന്നത് ഏകദിശയിലുള്ള ഒരു വൈദ്യുത പ്രവാഹമാണ്. അതിനാൽ ചാർജിന്റെ ഒഴുക്ക് എല്ലായ്പ്പോഴും ഒരേ ദിശയിലായിരിക്കും. ആൾട്ടർനേറ്റ് കറന്റിന് വിപരീതമായി ഡയറക്റ്റ് കറന്റുകളുടെ ദിശയും ആംപിയറച്ചും മാറില്ല. പല ഗാർഹിക ഇലക്ട്രോണിക്സുകളിലും ബാറ്ററികൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു. ചാർജിംഗ് ബാറ്ററികൾ, ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾ, എയർക്രാഫ്റ്റ് ആപ്ലിക്കേഷനുകൾ, മറ്റ് ലോ വോൾട്ടേജ്, ലോ കറന്റ് ആപ്ലിക്കേഷനുകൾ എന്നിവ പോലുള്ള ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിൽ DC പവർ വ്യാപകമായി ഉപയോഗിക്കുന്നു. എല്ലാ സോളാർ പാനലുകളും ഇന്ന് DC പവർ ഉത്പാദിപ്പിക്കുന്നു.